ജില്ലയിലെ ഭൂപ്രശ്ന പരിഹാരം അട്ടിമറിക്കാനും സിപിഎമ്മിനെയും ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനെയും അപകീർത്തിപ്പെടുത്താനും നടത്തുന്ന ഗൂഢനീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ യുവജന പ്രതിരോധം നടത്തി. കട്ടപ്പന ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരുകളാണ് എക്കാലവും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഭൂപതിവ് ഭേദഗതി നിയമത്തിന്റെ ചട്ടരൂപീകരണം അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ LDF-നെയും CPM-നെയും ജനം പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ജില്ലയിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിച്ചു വന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന വ്യാജ പ്രചരണം ജനം തള്ളിക്കളയും. കാർബൺ ഫണ്ടിന്റെ ബലത്തിൽ പ്രവർത്തിക്കുന്ന കപട പരിസ്ഥിതിവാദികളും ചില ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കാൻ ഗൂഢനീക്കങ്ങളാണ് നടത്തുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകൾ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന രണ്ട് ഗവൺമെന്റുകളുടെ ഘട്ടത്തിൽ ജില്ലയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഈ ജില്ലയിലെ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന, എല്ലാ കാലത്തും ജില്ലയിലെ ബാധിക്കുന്ന ഭൂപ്രശ്നങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ, പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആ പോരാട്ടങ്ങളുടെ ഭാഗമായി നിന്നവരുടെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ശ്രമം നടക്കുന്ന ഘട്ടത്തിലാണ്. ജില്ലാ സെക്രട്ടറി അംഗം S രാജേഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് S സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം B അനൂപ്, ജില്ലാ വൈസ് പ്രസിഡന്റ് മിനി സുരേഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MR രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രേഷ്മ ചാക്കോ, അരുൺ ദാസ്, അഫ്സൽ മുഹമ്മദ്, ജെയ്സൺ, ജോബി അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.